വെളിപാട് 21:4. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. ഇനി വേദനയോ ദുഃഖമോ മുറവിളിയോ ഉണ്ടാവുകയില്ല. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി മരണം ഉണ്ടായിരിക്കത്തില്ല. ഇനി ദുഃഖമോ മുറവിളിയോ വേദനയോ കണ്ണുനീരോ ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ വേദനകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തകർച്ചകൾ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കൂടെ നടക്കുന്ന ദൈവം, നിന്നെ കരുതുന്ന ദൈവം, കർത്താവായ യേശു ക്രിസ്തു. അവൻ നിന്നെ ചങ്കോട് ചേർക്കും. അവന്റെ മുറിവേറ്റ കരത്താൽ നിന്നെ അവൻ സൗഖ്യമാക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഒന്ന് കരമുയർത്തി അടിക്കാവോ? ശക്തിയോടെ അടിക്കട്ടെ. ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഒന്ന് യേശുവെന്നൊന്ന് വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 53-ാം അധ്യായത്തിന്റെ 4-5 വചനങ്ങള്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. എന്ന് പറഞ്ഞേ, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ വേദനകളും ദുഃഖങ്ങളെല്ലാം യേശു ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മുടെ ദുഃഖങ്ങളും വേദനകളും നമ്മൾ ചുമന്നുകൊണ്ട് നടക്കാതെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ദണ്ഡിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞേ. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം. ഒച്ചത്തിൽ പറഞ്ഞേ, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മൾ വിശ്വസിക്കണം, യേശുവിന്റെ മുറിവിൽ എനിക്കും നിങ്ങൾക്കും സൗഖ്യമുണ്ട്. ഈ സൗഖ്യം എന്ന് പറയുന്നത് വെറും നമ്മുടെ ശരീരത്തിന് മാത്രം കിട്ടുന്ന ഒരു രോഗശാന്തി ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സൗഖ്യം എന്ന് പറയുന്നത് നിന്റെ ശരീരത്തിന്, നിന്റെ മനസ്സിന്, നിന്റെ ആത്മാവിന്, നിന്റെ ഓർമ്മകൾ, മനുഷ്യന്റെ ഓർമ്മകളിലൊക്കെ ഒത്തിരി മുറിവുകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ മായ്ച്ചാലും മായാത്ത ദുഃഖങ്ങൾ നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവാം. പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ ദുഃഖങ്ങള്, തകർച്ചയുടെ വേദനകളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഓർമ്മകളിലുമൊക്കെ യേശു സൗഖ്യം നൽകുക. അത് സൗഖ്യം എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രം ലഭിക്കുന്ന ഒരു രോഗസൗഖ്യമാണ് എന്ന് ചിന്തിക്കരുത്. ഒരു മനുഷ്യന്റെ ടോട്ടൽ സൗഖ്യം, ഒരു വ്യക്തിയുടെ ടോട്ടൽ ഹീലിംഗ്, മനസ്സ്, ശരീരം, ആത്മാവ്, ഓർമ്മകൾ, ചിന്തകൾ, എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ മുറിവിലൂടെ നമുക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ രാവിലെ എനിക്ക് 6 മണി മുതൽ ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. കാനഡയിൽ നമുക്കൊരു പ്രയർ ഗ്രൂപ്പുണ്ട്, ഒട്ടാവായിൽ. അപ്പോൾ അവിടെ നേതൃത്വത്തിൽ എല്ലാ മാസവും ഒരു മീറ്റിംഗ് ഉണ്ട്, സൂം മീറ്റിംഗ്. അപ്പോൾ രാവിലെ 6 മണിക്ക് പ്രയർ മീറ്റിംഗ് തുടങ്ങി. ഞാൻ വചനമൊക്കെ പങ്കുവച്ചിട്ട് അവിടെ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഞാനിങ്ങനെ ഹീലിങ്ങിനൊക്കെ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിനെ ഇങ്ങനെ കാണിക്കുകയാണ്. ഒരു കലണ്ടർ കർത്താവ് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുകയാണ്, വേർപാടിൻ്റെ ദുഃഖം. കലണ്ടറിനെ ഇങ്ങനെ കാണിച്ചു. ആത്മാവ് പറയും വേർപാടിൻ്റെ ദുഃഖം. അപ്പം ഞാൻ
അനൗൺസ് ചെയ്തു. കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു, ഒരു കലണ്ടർ ഇങ്ങനെ കാണിക്കുന്നു, ഒരു വേർപാടിൻ്റെ ദുഃഖം എന്ന് ആത്മാവ് പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഈ സൂം മീറ്റിംഗ് പങ്കെടുക്കുന്ന ആർക്കാണ് അതുമായിട്ട് ബന്ധമുള്ളത്? ഉടനെ ഒരു സഹോദരൻ പറഞ്ഞു, ഞാനിപ്പോൾ അവർ കാനഡയിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു മകൻ പറയാണ്, അമ്മാൻ്റെ പേര് ഷാജി എന്ന് പറയുകയാണ്, ബ്രദറെ ഞാനും എൻ്റെ ഭാര്യയും സൂം മീറ്റിംഗ് പങ്കെടുക്കുകയാണ്. ഇവിടെ മുറിയിൽ ഒരു കലണ്ടറുണ്ട്. ആ കലണ്ടറിൻ്റെ മാർച്ച് മാസമാണ് കലണ്ടർ കിടക്കുന്നത്. ഇത് ഓഗസ്റ്റായി, അല്ല ഇന്നലെ എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതി ഓഗസ്റ്റായി. കലണ്ടർ മാസങ്ങൾ പോലും ഞാൻ മറിച്ചിട്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് 6 മാസം മുൻപ് ഒരു കുഞ്ഞ് ഉണ്ടായി. എസക്കിയൽ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേരിട്ടത്. അവൻ്റെ ഹാർട്ടിന്, ലങ്സിന് പ്രശ്നം, തലച്ചോറ് മൊത്തത്തിൽ പലവിധ വളർച്ച പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് മരിച്ചിട്ട്, എസക്കിയൽ മരിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഈ സൂം മീറ്റിങ്ങിൻ്റെ സമയത്ത് ഇപ്പോൾ അമ്മ പറയും, ഞാൻ ആ കലണ്ടറിൽ ഇങ്ങനെ നോക്കുകയാണ്, ഈ കലണ്ടർ പോലും ആ കുഞ്ഞുണ്ടായതിന് ശേഷം ഒന്നും മറച്ചിട്ടിട്ടില്ല. കാരണം കുഞ്ഞിനെയുമായിട്ട് ആശുപത്രിയും വെന്റിലേറ്ററും ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരാഴ്ച ആയതല്ലോ കുഞ്ഞ് മരിച്ചിട്ട്. ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞെന്താ കാണിച്ചു, കലണ്ടർ കാണിച്ചു. വേർപാടിൻ്റെ ദുഃഖം. ഞാനിത് പറഞ്ഞത് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാം കാണുന്നു, അറിയുന്നു. ആ മകൻ്റെ ഹൃദയത്തിലെ, അവൻ്റെ ഭാര്യയുടെ ഹൃദയത്തിലെ വലിയ വിഷമ. 2ാമത്തെ കുട്ടിയായിരുന്നു, മരിച്ചുപോയി. അത് നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുനീരും സങ്കടങ്ങളും വേദനകളും തകർച്ചകളും അവിടുന്ന് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16:21, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. നിന്റെ ദുഃഖങ്ങള് കർത്താവ് ഏറ്റെടുക്കും. തകർന്ന് നിന്റെ മനസ്സിന്റെ മുറിവുകളെ കർത്താവ് സൗഖ്യമാക്കും. തീരാ രോഗങ്ങളും വ്യാധികളും പരാജയങ്ങളും തകർച്ചകളും കർത്താവ് ഏറ്റെടുക്കും. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കരം ഉയർത്തിയടിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് അധരം തുറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ഈ സ്വരം പോരാ, ശക്തിയോടെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ ആത്മാവ് കടന്നു വരട്ടെ. നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ഇത് ഉറപ്പാ. ഇന്നത്തെ ഈ കൺവെൻഷനിൽ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദത്തം നൽകിയ നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. പരസ്പരം പറഞ്ഞ്, നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പായത് നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറ്റാൻ വേണ്ടിയാ യേശു നിങ്ങളെ ഇന്ന് ഇവിടെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. നിന്റെ ദുഃഖങ്ങൾ ആനന്ദമായിട്ട് മാറാൻ പോകുക. നിന്റെ കണ്ണുനീര് സന്തോഷത്തിന്റെ ആഘോഷമായിട്ട് മാറാൻ പോകുക. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ മോദപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഇന്ന് സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. സൗഖ്യത്തിൻ്റെ 1-2 സാക്ഷ്യം കൂടി നമ്മൾ കാണുകയാണ്. അടുത്ത ഒരു സാക്ഷ്യം നമ്മൾ കാണുന്നു. ചാലക്കുടി കൊടുങ്ങ എന്ന സ്ഥലത്ത് കഴിഞ്ഞ വർഷം നടത്തിയ കൺവെൻഷനിൽ കർത്താവ് സൗഖ്യം നൽകിയ ലൂയിസ് എന്നൊരു ചേട്ടൻ ബൈക്ക് അപകടത്തിൽ നട്ടെല്ല് പൊട്ടി കംപ്ലീറ്റ് ബെൽറ്റിട്ട് വന്ന ഒരു വ്യക്തി. കൺവെൻഷൻ്റെ ആദ്യ ദിവസം തന്നെ കർത്താവ് സൗഖ്യമാക്കിയ ഒരു ശക്തമായ ഹീലിങ്ങിൻ്റെ സാക്ഷ്യം നമുക്ക് ഒന്ന് കാണാം. ആരിലും വലിയവൻ വലിയവൻ യേശു യേശു, ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. എന്താ പേര്? ലൂയിസ്. ഈ ഇടവകയാണോ? എന്തു പറ്റിയായിരുന്നു? വഴിക്ക് വീണതാ. വീണതാ. എന്നിട്ട് എന്ത് പറ്റി? നട്ടല് പൊട്ടി. എത്ര ആളായി?
3 മാസമായി. നട്ടിൽ പെടുക. അടിച്ചു പറ്റടിച്ചു. ഏത് ഹോസ്പിറ്റലായിരുന്നു ചികിത്സ? സെന്റ് ജെയിംസിലെ ട്രീറ്റ്മെന്റിലായിരുന്നു. നട്ടല് പൊട്ടിയതാണ്. ഹല്ലേലൂയ. നിങ്ങൾ തിരിഞ്ഞൊന്ന് കണ്ടോ? നിങ്ങൾക്ക് കാണാൻ കണ്ടോ? നട്ടല് പൊട്ടിയതാണ്. ഹല്ലേലൂയ. അഴിച്ചു. നിങ്ങൾക്ക് കാണാം കേട്ടോ. പൊട്ടിയ നട്ടലിന് ബലം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബെൽറ്റാണ്. ഷർട്ട് എടുത്തിട്ട് കേട്ടോ. ഷർട്ട് ഇട്ടു. ഇനി ഇതിന്റെ ആവശ്യം വരികയില്ല. എടുത്തിട്ട് ഷർട്ട് ധൈര്യമായിട്ട് എടുത്തോ. കുനിയാൻ പറ്റത്തില്ലേ? കുനിഞ്ഞൊന്നേ. കുഞ്ഞെടുത്തോ. ധൈര്യമായിട്ട് എടുത്തോ. കുനിയട്ടെ അങ്ങോട്ട്. കുനിയട്ടെ. ആ കുനിയട്ടെ. ധൈര്യത്തോടെ എടുക്ക. യേശുവെ നന്ദി. ഒന്ന് സ്തുതിച്ചേ ചേട്ടന് വേണ്ടി. എടുക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ ധൈര്യമായിട്ട് ഇട്ടോ. ഇട്ടോ ഷർട്ട് ഇട്ടോ. ഒന്നും പേടിക്കണ്ട. ഒന്നും സംഭവിക്കത്തില്ല ചേട്ടാ. ഹല്ലേലൂയ. ഇനി ഇതിന്റെ ആവശ്യം വരത്തില്ല. കർത്താവ് ഇപ്പോൾ തൊടും. അറിയില്ല. തിരിഞ്ഞു. എല്ലാവരും ഈ ചേട്ടന് വേണ്ടി പരത്തെ കരമെത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഈ മകനെ തൊട്ട് യേശുവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകൻ അസ്ഥികളോട് പ്രസംഗിച്ചപ്പോൾ അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരികിരാ ശബ്ദം കേട്ടു. അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരികിരാ ശബ്ദം കേട്ടു. അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരികിരാ ശബ്ദം കേട്ടു. യേശുവിന്റെ നാമത്തില് നട്ടല് ഡിസ്കുകള് യഥാസ്ഥാനപ്പെടട്ടെ. കർത്താവിന്റെ അത്ഭുത ശക്തി നട്ടലിലൂടെ കടന്നു പോകട്ടെ. യേശുവിന്റെ നാമത്തില് പൊട്ടിയ നട്ടല് കൂടിച്ചേരട്ടെ. യേശുവിന്റെ നാമത്തില് പൊട്ടിയ നട്ടല് കൂടിച്ചേരാൻ കൽപ്പിക്കുന്നു. അത് സംഭവിക്കട്ടെ. In the name of Jesus. In the name of Jesus. യോഹന്നാൻ 19:36 അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടത്തില്ല. വചനത്തിന്റെ ശക്തി കടന്നു പോവട്ടെ. പൂർണ്ണ സൗഖ്യമാവട്ടെ. ആമേൻ. ആമേൻ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. തിരിയട്ടെ ധൈര്യമാട്ടെ. ആ തിരിച്ചോ. ഇനി കാലൊക്കെ മരിച്ചു കൊടുത്തേ. യേശുവേ യേശുവേ നീ മാത്രം ഒന്നുകൂടെ തിരിച്ചേ. നട്ടല് തിരിയട്ടെ. എന്തെങ്കിലും വേദന പ്രയാസമുണ്ടോ? കുഞ്ഞ് മൊബൈൽ പോകാതെ സൗഖ്യമായി കൃപയായി കുഞ്ഞിട്ടെ. കൈയടിക്കുന്നേ അനുഗ്രഹത്തിൻ മുമ്പേ കണ്ടില്ലേ? ഷർട്ട് എടുക്കാൻ പ്രയാസപ്പെട്ട ആളാണ് ഈ കാണിക്കുന്നത്. കരമുയർത്തി അടിക്കട്ടെ. അനുഗ്രഹ പെരുമഴ ചൊരിയണമേ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ. കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ. കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ. സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ. സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ. കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. യേശു അവൻ സർവശക്തനാണ്. അവന്റെ മുറിവിൽ സൗഖ്യമുണ്ട്. അവൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. പൊട്ടിയ നട്ടല് കൂടിച്ചേരും. ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരും. അന്ധന്മാർ കാണും. ചെകിടന്മാർ കേൾക്കും. തളർവാദ രോഗികൾ എണീറ്റു നടക്കും. യേശു അവൻ ഇവിടെയുണ്ട്. കരമുയർത്തി വിളിച്ച യേശുവേ. ലൂയിസിന് സന്തോഷമായോ? സന്തോഷായി. മൊത്തം വേർത്തല്ലോ ശരീരം. കർത്താവിന്റെ സ്പർശനം കേട്ടോ. ഇവിടെ എന്തോ സംഭവിച്ച പോലെ തോന്നി. ഒരു ടൈറ്റ് വന്നു. ഒരു സുഖം തോന്നുന്നുണ്ടല്ലോ. കർത്താവ് സ്പർശിച്ച. ഹല്ലേലൂയ. യേശുവിന് നന്ദി. സന്തോഷമല്ലേ? ഇന്ന് ആദ്യ ദിവസം സൗഖ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ വന്നേ. അച്ഛൻ പറഞ്ഞായിരുന്നു. കണ്ടോ? അച്ഛൻ പറഞ്ഞായിരുന്നു. അച്ഛൻ പറഞ്ഞാൽ പിന്നെ മാറ്റമൊന്നുമില്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ ഇന്ന് ലൂയിസേട്ടനോട് ഞാൻ പറയായിരുന്നു, ലൂയിസേട്ടനെ കുറച്ച് നാൾ കൊണ്ട് നമ്മൾ വടിവാളെന്നാണ് വിളിക്കാറ്. കാരണം പുറകിൽ ഈ ബെൽറ്റ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. ഇന്ന് ഞാൻ പറയായിരുന്നു, ലൂയിസേട്ടൻ്റെ ഈ വാള് എടുത്തു മാറ്റാതെ കർത്താവ് ഇവിടുന്ന് വിടില്ല. സാബുരതറിലൂടെ ഈ ബ്രദർ ഈ ബെൽറ്റ് അഴിപ്പിക്കും. പക്ഷെ ഇന്ന് തന്നെ അഴിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഫസ്റ്റ് ദിവസം തന്നെ
ആ ബെൽറ്റ് അങ്ങ് അഴിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൺമുമ്പിൽ കണ്ട സാക്ഷ്യങ്ങൾ നമ്മൾ പറയാറില്ലേ, ഇനി വേറെ സാക്ഷികൾ എന്തിനാണ്, നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ്. കർത്താവിന്റെ അഭിഷിക്തൻ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ അത് കർത്താവ് നടപ്പാക്കും. അത് കർത്താവിന്റെ പദ്ധതിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂയിസേട്ടാ, ഇനി ഇതിന്റെ ആവശ്യമില്ല കേട്ടോ, വിട്ടോ. ഹല്ലേലൂയ, ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കൂ, എത്ര അത്ഭുതമായ സൗഖ്യമായിരുന്നു. നട്ടല് പൊട്ടിയ ലൂയിസേട്ടന് ആ സെക്കൻഡ് സൗഖ്യമായി. പിറ്റേ ദിവസം രാവിലെ തന്നെ ബൈക്ക് കൊണ്ട് അതിലെല്ലാം ഓടിച്ച് ബന്ധു വീട്ടിലൊക്കെ പോയി. ഒരു കുഴപ്പമില്ല, മിടുക്കനായി. അത് കഴിഞ്ഞുള്ള നമ്മുടെ അടുത്ത ധ്യാനത്തൊക്കെ വന്ന് സാക്ഷിയൊക്കെ പറഞ്ഞു. വലിയൊരു അനുഗ്രഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ചാലക്കുടി അടുത്ത് കൊടുങ്ങ എന്ന സ്ഥലത്താണ് കൺവെൻഷൻ നടന്നത്. അടുത്ത വർഷം മാർച്ച് ലാസ്റ്റിൽ, കഴിഞ്ഞ വർഷം തന്നെ അച്ഛൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കൺവെൻഷന്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ നട്ടല് പൊട്ടിയവർ, നടുവ് ഡിസ്കുകൾ അകന്നു പോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീറ്റോ. നട്ടല് പൊട്ടിയവർ, നട്ടല് ഡിസ്കുകളൊക്കെ അകന്നു പോയവർ ഉണ്ടെങ്കിൽ എണീറ്റ് നിൽക്കുക. അപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവത്തോടും ധൈര്യമായിട്ട് എണീറ്റോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ധാരാളം പേര് എണീറ്റിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഈ എണീറ്റ് നിൽക്കുന്നവർ ഉറച്ചു വിശ്വസിക്കുക, എൻ്റെ നട്ടലിനെ, ഡിസ്കിനെ, അല്ലെ അകന്നുപോയ ഡിസ്ക്, അല്ലെ പൊട്ടി നട്ടൽ, എന്തു ആട്ടെ, യേശു സൗഖ്യം തരുമെന്ന് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുക. വിശ്വസിക്കുന്നവർ ഒന്ന് കൈയുയർത്തി കാണിച്ച്. വിശ്വസിക്കുന്നവർ ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വലത് കരം ജസ്റ്റ് ഈ നടുവിനോ നട്ടലിനൊന്ന് വെച്ചേക്കുക. വലത്തെ കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് ഒന്ന് വെച്ചാൽ മതി. കൈ ഒന്ന് വെച്ചേക്കുക. ഇരിക്കുന്നവർ എല്ലാവരും വലത് കരം ഉയർത്തി പിടിച്ച് ഈ എണീറ്റ് നിൽക്കുന്ന മുഴുവൻ പേരുടെയും നട്ടല്, ഡിസ്കുകൾ എല്ലാം സൗഖ്യമാകാൻ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തില്, അധികാരനാമത്തില് കൽപ്പിക്കുന്നു, നടുവ്, നട്ടല്, ഡിസ്കുകള് പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. അകന്നുപോയ ഓരോ ഡിസ്കിന്റെ കണ്ണികളും യഥാസ്ഥാനത്താവട്ടെ. നടുവിന്റെ വേദന വിട്ടുമാറട്ടെ. അകന്നുപോയ നട്ടലിന്റെ കണ്ണികൾ കൂടിച്ചേരട്ടെ. ബഡ്ജ് ചെയ്ത നട്ടല് പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. പൊട്ടിയ നട്ടലുണ്ടെങ്കിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. പൊട്ടിയ നട്ടല് യേശുവിന്റെ നാമത്തിൽ കൂടിച്ചേരട്ടെ. കർത്താവിന്റെ അത്ഭുത ശക്തി കടന്നു പോവട്ടെ. ഇടുപ്പല്ലുകൾ സൗഖ്യമാവട്ടെ. കാലുകൾ ബലം പ്രാപിക്കട്ടെ. കരമടിച്ചു നന്ദി പറയട്ടെ. ഹല്ലേലൂയ. കർത്താവേ, തുടരണമേ. നിയമാവർത്തനം 7:15 രോഗങ്ങളെല്ലാം അവൻ നീക്കിക്കളയും. ദൈവശക്തി നട്ടലിലൂടെ, ഡിസ്കിലൂടെ ആവരിക്കട്ടെ. പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ, ആമേൻ. നിൽക്കുന്നവര്, പ്രാർത്ഥിച്ചവര് ഒന്ന് തിരിച്ച്, നട്ടലൊക്കെ തിരിച്ച് ധൈര്യത്തോടെ തിരിച്ചോ. തിരിയട്ടെ. കുനിഞ്ഞ് നിൽക്കുന്നത് കുനിഞ്ഞ്. നേരത്തെ കുത്തിയിരുന്നിട്ട് എണീക്കാൻ പറ്റാത്തവര് ഒന്ന് കുത്തിയിരുന്ന് എണീറ്റേ. ധൈര്യത്തോടെ കുത്തിയിരുന്നിട്ട് എണീറ്റേ. നോക്കുക. അങ്ങനെ പ്രയാസം ഉണ്ടായിരുന്നവര്. ഇപ്പൊ നടുവൊക്കെ അങ്ങോട്ട് ഫ്രീ ആയവര് ഒന്ന് കൈവിട്ട് കാണിച്ചേ. നടുവൊക്കെ ഇപ്പൊ ഫ്രീ ആയവര് ഒന്ന് കൈവീശ് കാണിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധാരാളം പേരുണ്ട്. കൈയടിച്ച് കർത്താവിനെ മുഖത്തപ്പെടുത്തട്ടെ. വിശ്വസിക്കുക, നിങ്ങളുടെ നടുവ നട്ടല് കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞു. വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. പ്രവാചകന്റെ പുസ്തകത്തില് 38-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നു ഹെസക്കിയ രാജാവിന്റെ രോഗസൗഖ്യത്തെ കുറിച്ച്. യെശയ്യാ പ്രവാചകൻ വന്നിട്ട് ഹെസക്കിയായോട് പറയുകയാണ്, നീ മരിക്കും. എന്താണ്? നീ മരിക്കും. നിന്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളുക. നിന്റെ ഭവന ക്രമപ്പെടുത്തുക. നീ മരിക്കും, സുഖം പ്രാപിക്കത്തില്ല. ക്രമപ്പെടുത്താനാ പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ക്രമം തെറ്റിയാൽ എന്താവും? അക്രമം, അല്ലേ? ക്രമം തെറ്റിയാൽ അക്രമമായിട്ട് പറ. ക്രമം തെറ്റിയ ജീവിതം നമ്മെ രോഗത്തിലേക്കും തകർച്ചയിലേക്കും നാശത്തിലേക്കും ഒക്കെ നയിക്കും. രോഗമുണ്ടാകാൻ
പല കാരണങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ പാപം. സങ്കീർത്തനം 107 17 വചനം പറയുന്നുണ്ട്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് നിങ്ങളിൽ പലരും രോഗികളായി തീർന്നു, അകൃത്യങ്ങളാൽ ദുരിതത്തിലായി. നമ്മൾ ചെയ്യുന്ന പാപങ്ങളും അകൃത്യങ്ങളും നമ്മളെ രോഗത്തിലേക്ക് നയിക്കും. ആ രോഗത്തിൻ്റെ ഒരു കാരണമാണ് നമ്മുടെ പാപങ്ങൾ, അകൃത്യങ്ങൾ. പാപവും പാപത്തിൻ്റെ വഴികളൊക്കെ ഉപേക്ഷിച്ച് നമ്മളൊന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒത്തിരി രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ വിട്ടുമാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനി മറ്റൊരു കാരണം, പൈശാചിക സ്വാധീനം വ്യക്തികളെ രോഗികളാക്കി മാറ്റും. പൈശാചിക സ്വാധീനം വ്യക്തികളെ രോഗിയാക്കി മാറ്റും. ഈ കഴിഞ്ഞ ശനിയാഴ്ച എന്നെ കാണുവാനായിട്ട് ഒരു മകൻ, ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ്റെ അപ്പൻ എൻ്റെ ടീമംഗമാണ്. എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ കോളേജിൽ പഠിക്കുന്നവൻ 1 വർഷമായിട്ട് ഒത്തിരി രോഗപീഠകൾ, കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു മുഴ വന്നിട്ടുണ്ട്, എൻ്റെ ശരീരം ചൊറിഞ്ഞു പൊട്ടുക, ഉറങ്ങാൻ പറ്റുന്നില്ല, അതുപോലെ വലിയ പ്രയാസത്തിലാണ്, പഠിക്കാൻ പറ്റുന്നില്ല. നല്ലതായിട്ട് പഠിക്കുന്ന പയ്യനാണ്. അവന് വേണ്ടി ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച അവരോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് മിടുക്കനായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, രോഗങ്ങൾ. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഈ കഴുത്തിൻ്റെ മുഴയിൽ ഞാൻ എൻ്റെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ വിരൽ ആ മുഴയിലോട്ട് ഇങ്ങനെ വെച്ചു, ഇവിടെ വീർത്തിരിക്കുക. അവൻ പറഞ്ഞൊക്കെ കേട്ടു. ഒരൊറ്റ പ്രാർത്ഥന, ഡെലിവറൻസിനും പൈശാചിക ബന്ധത്തിൽ നിന്ന് ഒരു വിടുതലിന് അവനോട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ആത്മാവ് അങ്ങനെ പറയണമെന്ന്. പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ ഇവനെ മൊത്തം ശരീരം വേർത്ത് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിരിക്കുക. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അവർ ഒരു ശക്തി എന്നിലൂടെ കടന്നുപോയി, എന്തോ എൻ്റെ ശരീരത്തിൽ നിന്നൊക്കെ വിട്ടു, ഞാൻ ഫ്രീ ആയി. ഇവിടെ തപ്പി നോക്കി, അവിടുത്തെ മുഴ അപ്രത്യക്ഷമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് എൻ്റെ ടീമംഗത്തിൻ്റെ മകനാണ്. ഞാൻ വിളിച്ചു, ഞാൻ ചോദിച്ചു, മോൻ എന്നാ പറയുന്നു? അവൻ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു കുഴപ്പമില്ല, മിടുപിടിക്കനാ, CA പഠിക്കുന്നതിനാ, ഒരു കുഴപ്പമില്ല, പൂർണ്ണ സഖ്യം. അപ്പം പറയാം, 1 വർഷമായിട്ട് അവന് രോഗങ്ങളാണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, മൊത്തം പ്രശ്നമായിരുന്നു. ഒരു 10 മിനിറ്റ് നേരത്തെ പ്രാർത്ഥന, ചെറുക്കന് ഡെലിവറൻസ് കിട്ടി. ഞാനിത് പറഞ്ഞത്, ചില രോഗത്തിൻ്റെ പിന്നിൽ പൈശാചിക അരൂപിയുടെ സ്വാധീനമുണ്ട്. മത്തായി 8:16 പറയുന്നുണ്ട്, അവൻ സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെയും രോഗികളെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനമയച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി. പൈശാചിക സ്വാധീനങ്ങള്, അശുദ്ധാരൂപിയുടെ ബന്ധനങ്ങള് ചില രോഗത്തിന്റെ കാരണമാണ്. ചിലര് രോഗികളായി തീർന്നിരിക്കുന്ന ഒരു കാരണം പൈശാചിക സ്വാധീനമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, 3ാമത്തെ കാര്യം, രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ രോഗികളാവും. മരുന്ന് കഴിച്ചാൽ മതി, രോഗം സൗഖ്യമാവും. രോഗാണുക്കളുടെ രോഗം മരുന്ന് കഴിച്ചാൽ സൗഖ്യമാവും. അടുത്തത്, നമ്മുടെ മനസ്സ് ഏൽക്കുന്ന മുറിവുകൾ, മനസ്സിൻ്റെ ടെൻഷൻ, മനസ്സനുഭവിക്കുന്ന സങ്കടങ്ങൾ, മനസ്സിലെ ദുഃഖങ്ങൾ, കുറ്റബോധം, ഭയം, മനസ്സേറ്റുവാങ്ങുന്ന പ്രഷർ നമ്മുടെ ശരീരത്തെ രോഗഗ്രസ്തമാക്കും. മനസ്സ് പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ ശരീരത്തെ രോഗത്തിലേക്ക് നയിക്കുന്നതിൻ്റെ മറ്റൊരു മേഖലയാണ് നമ്മുടെ മനസ്സിലെ ദുഃഖം, കുറ്റബോധം, ഭയം, ആകുല ചിന്തകൾ, ടെൻഷന്, അല്ലെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. മനസ്സിൻ്റെ തലങ്ങൾ അത് നിന്നെ രോഗിയാക്കി മാറ്റും. അപ്പോൾ രോഗമുണ്ടാകുവാൻ വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. അപ്പൊ ഏതു കാരണത്തിലേക്കും കർത്താവിൻ്റെ അത്ഭുത ശക്തി കടന്നു വന്ന് നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. എന്ത് രോഗമായിക്കൊള്ളട്ടെ, യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ. സൗഖ്യമെന്ന് പറയുന്നത് വെറും ഒരു ശാരീരിക രോഗശാന്തി മാത്രമല്ല, മനസ്സിന്, ആത്മാവിന്, ശരീരത്തിന്, ഓർമ്മകൾക്ക്, മുറിവുകൾക്ക് എല്ലാ മേഖലയിലും സൗഖ്യമാണ്.
അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു ടോട്ടൽ ഹീലിംഗ് ദൈവം കൊടുക്കും. കർത്താവ് യേശുവിൻ്റെ മുറിവിലുണ്ട്, യേശുവിന് ആ സൗഖ്യം തരുവാൻ പറ്റും. അങ്ങനെ ഒരു സൗഖ്യം പ്രാപിക്കാനായിട്ടൊക്കെ ഞങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ഒരു ടോട്ടൽ ഹീലിംഗ് വേണം. മനസ്സിനും ശരീരത്തിനും ആത്മാവിനും എല്ലാം സൗഖ്യം ആവശ്യമുണ്ട്. പുറമേ നടുവിൻ്റെ വേദന, കാലുവേദന, മുട്ടുവേദന, തലവേദന, അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഒരു ഹീലിംഗ് നടക്കാൻ വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ ആരാധനയൊക്കെ ഇഷ്ടമായിട്ട് പ്രാർത്ഥിക്കുക. പലരുടെയും രോഗത്തിൻ്റെ പിന്നിൽ മനസ്സ് ശക്തമായിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. മനസ്സ് അനുഭവിക്കുന്ന വേദനകളും ദുഃഖങ്ങളൊക്കെ നിന്നെ രോഗത്തിലേക്ക് നയിക്കും. കുറ്റബോധം, കഠിനമായ ഭയം നിന്നെ രോഗിയാക്കി മാറ്റും. അതിലൂടെയൊക്കെ നിരാശയും കുറ്റബോധവും ഒക്കെ വന്ന് പലരും രോഗികളായി തീരുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിലൊക്കെയും നമുക്ക് സൗഖ്യം ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഹെസക്കിയ രാജാവിനോട് പ്രവാചകൻ പറഞ്ഞു, ക്രമപ്പെടുത്തിക്കൊള്ളുക, എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുക, നീ മരിക്കും. ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ പോയി. ഹെസക്കിയ രാജാവ് ഭിത്തിയോട് ചേർന്ന് നിലവിളിക്കുക, ദൈവമേ, എത്ര വിശ്വസ്തമായിട്ടും നീതിപൂർവ ഞാൻ നിന്റെ മുൻപിൽ ചരിച്ചത്, നിന്റെ മുൻപിൽ ജീവിച്ചത്, എന്നോട് കരുണയാകണം. ആയുസ്സിന് വേണ്ടിയുള്ള ഒരു നിലവിളി. കർത്താവിന്റെ പ്രവാചകൻ കൊട്ടാരമുറ്റം വിടുന്നതിന് മുൻപ് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. തിരിച്ച് ഹെസക്കിയായുടെ അടുക്കലേക്ക് ചെന്ന് അവനോട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചിരിക്കുന്നു, നീ മരിക്കത്തില്ല, 15 വർഷം കൂടെ നിന്റെ ആയുസ് ഞാൻ നീട്ടുന്നു. ഹല്ലേലൂയ. ഇവിടെ ഹെസക്കിയ രാജാവിന്റെ ആ കരഞ്ഞു നിലവിളിച്ചുള്ള ഒരൊറ്റ പ്രാർത്ഥന കർത്താവ് ഇടപെട്ടു. 15 വർഷം കൂടെ ആയുസ് കർത്താവ് ദീർഘിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് എല്ലാം സാധ്യമാണ്. മരിക്കും എന്ന് പറഞ്ഞ രോഗികൾ സൗഖ്യം പ്രാപിച്ച അനുഭവങ്ങൾ എത്ര പേര്. ഞാനൊരു വലിയ അനുഭവം പങ്കുവയ്ക്കാം. 2 വർഷം മുമ്പ് വെള്ളി നോയമ്പിൻ്റെ സമയത്ത് കാലിഫോർണിയയിൽ അവിടെ കെനാനായ പള്ളിയിൽ നമ്മുടെ ധ്യാനം നടക്കുക. ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം അവിടെ ഉള്ള ഒരു സിബി എന്ന് പറയുന്ന ചേട്ടനാണ് എൻ്റെ കാര്യം ചെയ്ത്. ഞങ്ങൾ 2 പേരുടെ ധ്യാനത്തിനായിട്ട് അന്നൊരു ശനിയാഴ്ചയാണ്, രാവിലെ 9 മണിക്ക് ധ്യാനം തുടങ്ങണം. ഞങ്ങളുടെ പള്ളിയുടെ പ്രധാന വാതിൽ കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവിടെ ഓടി വന്ന് എൻ്റെ കയ്യെ കയറി പിടിച്ചു. എന്നെ ചോദിച്ചു, ബ്രദർ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു, എനിക്കത്ര ഓർമ്മയില്ലെന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു, ബ്രദർ ഞങ്ങളെ കണ്ടിട്ടില്ല. അതായത് 2 വർഷം മുന്നിലൂടെ അതിനു മുമ്പ് കോവിഡിനൊക്കെ മുമ്പായിട്ട് ഒരു തവണ ഞാൻ ഇവിടെ ഫ്ലോറിഡയിൽ ഒരു ധ്യാനത്തിൽ വന്നപ്പോൾ ഈ സിബിച്ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ ഈ മനുഷ്യന് വേണ്ടി ഫോണിലൂടെ പ്രാർത്ഥിച്ച ഒരു തമിഴ് വംശജനാണ്, തമിഴ്ക്കാരനാണ്, ക്രിസ്ത്യാനികളാണ്. ഭാര്യയും ഭർത്താവും അവർ യാത്ര ചെയ്ത കാറ് മറ്റൊരു വണ്ടിയായിട്ട് ഇടിച്ച് തകർന്ന് തലയ്ക്ക് മാരകമായ ക്ഷതം പറ്റി കംപ്ലീറ്റ് അസ്ഥികളൊക്കെ ഒടിഞ്ഞ് ആശുപത്രിയിൽ 3 മാസമായിട്ട് വെന്റിലേറ്ററിൽ കിടന്ന ഒരു മനുഷ്യൻ. 3 മാസമായിട്ട്. അന്ന് സിബിച്ചേട്ടൻ പറഞ്ഞപ്പോൾ വൈഫ് സുനിതയെ വിളിച്ച് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഫോൺ ലൗഡ് സ്പീക്കർ ആയിക്കോ, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. വെന്റിലേറ്ററിൽ കിടന്ന ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ കർത്താവിൻ്റെ സ്പർശനമുണ്ടാകാൻ ബോധം നൽകിയ സൗഖ്യങ്ങൾ. 3 മാസമായിട്ട് വെന്റിലേറ്റർ കിടക്കുന്ന വ്യക്തിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുകയാണ്, നാളെ രാവിലെ 10 മണിക്ക് ആൾ ബോധം തെളിയും. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ 10 മണിക്ക് ആൾ ബോധം തെളിയും, കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞു, ആ കാര്യം കഴിഞ്ഞു. അത്ഭുതം നടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് 3 മാസമായിട്ട് വെന്റിലേറ്ററിൽ കിടന്ന ആ മനുഷ്യൻ ബോധം തെളിയുക. ഹല്ലേലൂയ. വാഹനമെടുത്ത് തകർന്ന് തലയൊക്കെ ഓപ്പറേഷൻ ചെയ്തിരിക്കുക.
തലയോട്ടിയെടുത്ത് വയറിൻ്റെ അകത്ത് വെച്ചിരിക്കുക. ആ മനുഷ്യന് ബോധം തെളിഞ്ഞു, അത്ഭുതം നടക്കുകയാണ്. 2 ആഴ്ചക്കുള്ളിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ആ മനുഷ്യനാണ്, ആ മനുഷ്യ ഭാര്യയും കൂടെ ഓടി വന്നെൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയുന്നത്, ബ്രദർ അന്ന് പ്രാർത്ഥിച്ച് ഞാൻ സൗഖ്യം കിട്ടി, എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു ഇന്ന് ധ്യാനത്തിന് സാക്ഷ്യം പറയണം. അവർ ധ്യാനത്തിന് 2 പേര് കയറുന്ന മനോഹരമായിട്ട് അവിടെ സാക്ഷ്യം പങ്കുവെച്ചു. വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയും സൗഖ്യം പ്രാപിക്കും. മരിക്കുമെന്ന് പറഞ്ഞവരെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് സാധിക്കും. കർത്താവിൻ്റെ ആയുസ് കൊടുക്കാൻ സാധിക്കും. കർത്താവാണ് ജീവന്റെയും മരണത്തിന്റെയും ഉടയവൻ. എത്ര മരിക്കുമെന്ന് പറഞ്ഞ വ്യക്തിക്കും ആയുസ് കൊടുക്കുവാൻ നമ്മുടെ കർത്താവിന് പറ്റും. ആയുസ്സിന് അറുതി ഇല്ലാത്തവനായ ദൈവം ആയുസ് വർദ്ധിപ്പിക്കും. ഇവിടെ കാണുകയാണ്, ഹെസക്കിയാട് പറയുക, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിന്നെ ഞാൻ സുഖപ്പെടുത്തും, 15 വർഷം കൂടെ നിനക്ക് ഞാൻ ആയുസ് തരുന്നു. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഉയർത്തിയടിക്കാവോ? ഒന്ന് ശക്തിയോടെ യേശുവേ നിന്ന് ഉറക്കെ വിളിച്ച് കൈയടിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരണത്തിന്റെ പിടിയിലാണെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ രോഗികള് കർത്താവ് സൗഖ്യം കൊടുക്കും. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികൾ. അതുപോലെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. പൂർണ്ണമായിട്ട് വൈദ്യശാസ്ത്രം 2 മണിക്കല്ല 1 ദിവസം ഒക്കെ ജീവിക്കുന്നു പറഞ്ഞവർ ഇന്നും 10-15 വർഷമായിട്ട് ജീവിക്കുന്നു. യേശു തൊടും, അവൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശു തൊടും. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നിന്റെ ഓർമ്മകളിലെ മുറിവുകൾക്കും എല്ലാം കർത്താവ് സൗഖ്യം തരാൻ പോകുക. 2 കരങ്ങൾ ഉയർത്തി യേശുവിനെ ഒന്ന് വിളിച്ചേ. യേശുവേ. പോരാ, ശക്തിയോടെ വിളിക്കട്ടെ. എന്റെ യേശുവേ, സുഖപ്പെടുത്തണമേ. ചങ്കുപൊട്ടി വിളിക്കട്ടെ, ശക്തിയോടെ വിളിക്കട്ടെ. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്. മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എന്റെ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒരു സാക്ഷ്യം കാണാം. 3-4 മാസം മുൻപ് കോട്ടപ്പുറം രൂപത ബൈബിൾ കൺവെൻഷന് ഞാനാണ് നടത്തിയിരുന്നത്. അന്ന് നമ്മുടെ ജോബി ആയിരുന്നു പാടാനുണ്ടായിരുന്നത്. കോട്ടപ്പുറം രൂപത കൺവെൻഷൻ. അന്ന് കർത്താവ് ഒത്തിരി പേരെ സൗഖ്യമാക്കി. ആംബുലൻസിൽ കൊണ്ടുവന്ന ഒരു രോഗി. ഞായറാഴ്ച രാവിലെ ധ്യാനം വൈകിട്ടാണ്. രാവിലെ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 10 മണി മുതൽ ഒരു 12 മണി വരെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ കൺവെൻഷൻ പന്തലിൽ ഞാനുണ്ട്. അപ്പോൾ ആംബുലൻസിലൊക്കെ രോഗികളെ കൊണ്ടുവന്ന അക്കൂട്ടത്തിൽ നിക്സൺ എന്നു പേരുള്ള ഒരു രോഗി. ആ രോഗി ബിൽഡിങ്ങിൽ നിന്ന് പെയിൻറ്ററാണ്. ബിൽഡിങ്ങിൽ നിന്ന് വീണ് 2ാം നിലയിൽ വീണ് നട്ടെല്ല് പൊട്ടി കാലുകൾക്ക് അരക്കെട്ട് താഴോട്ട് ബലം നഷ്ടപ്പെട്ട് നടക്കത്തില്ലാത്തൊരു മനുഷ്യനെ ആംബുലൻസെ കൊണ്ടുവന്നു. കർത്താവ് അത്ഭുതം ചെയ്യുക. ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, ആംബുലൻസെ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എടുത്തു കൊണ്ടുവന്നിട്ട് ആ ഹോളിൽ കിടത്തി പ്രാർത്ഥിച്ചു. എനിക്കൊന്ന് 10-15-20 മിനിറ്റത്തെ പ്രാർത്ഥന. ആ മകൻ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് വരുന്ന ഒരു അത്ഭുതം കർത്താവ് അവിടെ ചെയ്തു. ഞാനിത് പങ്കുവെച്ചത് ഇവിടെ കിടപ്പിലുകളുണ്ട്, അവർക്കൊണ്ടൊക്കെ ഇന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ഈ നമ്മുടെ ധ്യാനം ഞായറാഴ്ച തുടങ്ങിയാണ്. ഞായറാഴ്ച 3 മണിക്ക് ധ്യാനം തുടങ്ങി. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് ധ്യാനം തീരും. രോഗികളായിട്ടുള്ളവരൊക്കെ നിങ്ങൾ കൊണ്ടുവരണം. എത്ര വർഷം പഴക്കമുള്ള രോഗിയാണേലും യേശുവിന് സൗഖ്യം നൽകാൻ പറ്റും. കടബാധ്യതക്കാർ, മക്കളില്ലാത്തവർ, ജോലിയില്ലാത്തവർ, മദ്യപാനികൾ, പ്രയാസപ്പെടുന്നവരൊക്കെ നിങ്ങൾ ധ്യാനത്തിന് പറഞ്ഞു വിടണം. നിങ്ങൾക്കറിയാം, നിസ്സാര ഫീസേ ഉള്ളൂ, 500 രൂപ ഫീസ്. നിസ്സാര പൈസയാണ് 500 രൂപ എന്ന് പറയുന്ന ഫീസ്. എല്ലായിടത്തും 1000, 1500 ഒക്കെയാണ് ഫീസ്. ഇപ്പോൾ ഇവിടെ 500 രൂപയ്ക്കാണ് ചെറിയ ഫീസിനാണ് ധ്യാനം നിർത്തുന്നത്. അത് നിങ്ങൾ ഞാനിത് കമൻട്രിയിൽ ചോദിച്ചപ്പോൾ 420ഓളം പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പോരാ, ഞങ്ങൾ സാധിക്കുന്ന എല്ലാവരും ഈ ആദ്യം നടക്കുന്ന ഈ ധ്യാനത്തിൽ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക. രോഗികളോ
എങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ ഒരു ഞായറാഴ്ച തുടങ്ങിയാൽ ബുധനാഴ്ച 4 ദിവസം ഒന്ന് മാറ്റിവെക്കുക. നിങ്ങളുടെ ജീവിത പ്രശ്നത്തിന് ഉറപ്പാണ് ധ്യാനം ഒരു മറുപടി നൽകും. ഉറപ്പാണ്. വരുന്ന ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെ അസാധാരണമായ ദൈവശക്തിയുടെ ഇടപെടൽ ഈ ധ്യാന കേന്ദ്രത്തിൽ നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എനിക്കൊരു സംശയമില്ല. ധ്യാനത്തിന് ഫുൾ ടൈം ഞാനിവിടെ ഉണ്ട്. വന്ന് ഒരു ടോക്ക് കൊടുത്തിട്ട് വന്ന കാര്യമില്ല. ഞാൻ നടത്തുന്ന ധ്യാനമാണ്. ഞായറാഴ്ച 3 മണിക്കും ഞാൻ എത്തും. ഫുൾ ടൈം ധ്യാനം തീർന്ന് മൊത്തം ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ധ്യാനിച്ചോ. ധ്യാനിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ കാണും. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ഒരു സുവർണാവസരമാണ്. ഈ വർഷം 3 ധ്യാനങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം നമുക്ക് എല്ലാ മാസവും ഓരോ ധ്യാനം നടത്തണം. വേണോ? നിങ്ങൾ ആളുകളെ പറഞ്ഞു വിടും. ഈ ധ്യാനത്തിന് സാധിക്കുന്നവരെല്ലാവരും പങ്കെടുക്കണം. ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു കൊന്തയോ അല്ലെങ്കിൽ ഒരു കണ്ണക്കൊന്തയോ ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം. അതിന് പറ്റുന്നത് കൈവീശി കാണിച്ച് ഒരു കൊന്തയോ കണ്ണക്കൊന്തയോ ഒക്കെ ചെല്ലുന്നവരാ. ഒത്തിരി സന്തോഷം. നിങ്ങൾ എനിക്ക് വേണ്ടിയും ടീമിന് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ആ സാക്ഷി ഒന്ന് കാണാം. ആരിലും വലിയവൻ യേശു, യേശു. ആരിലും വലിയവൻ, ആരിലും വലിയവൻ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ.
ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും ഹല്ലേലൂയ. ഇന്ന് രാവിലെ വന്ന് രാവിലത്തെ സെക്ഷനിൽ പ്രാർത്ഥിച്ച് അത്ഭുതമായിട്ട് സൗഖ്യം കിട്ടിയ വ്യക്തിയാണ്. ആംബുലൻസിലാണ് രാവിലെ ഇവിടെ കൊണ്ടുവന്നത്. രാവിലെ നമ്മുടെ പ്രേയർ സെക്ഷനിൽ കൊണ്ടുവന്നു. ചെന്ന് പ്രാർത്ഥിച്ച നിമിഷം തന്നെ ദൈവത്തിൻ്റെ ഒരു സ്പർശനമുണ്ടായി. യേശു ഈ മകനെ തൊട്ടു. ഹല്ലേലൂയ. പേരെന്താ? നിക്സൺ. ഷേവൊക്കെ ചെയ്ത് മിടുക്കനായല്ലോ. രാവിലെ ബീച്ചൊക്കെ വളർന്നു നിന്നേ. ചേച്ചി കരയാൻ പോകണോ? എന്താ പേരെന്താ? നിഷ. നിഷ. ഹല്ലേലൂയ. മക്കൾ എത്ര പേരാ? ഒരാള്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഞാൻ പെയിന്റിങ്ങിന്റെ പണിക്ക് പോണേണ്. അപ്പോൾ സൈഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ നിന്ന് നേരെ താഴേക്ക് വീഴണ ചെയ്തത്. അങ്ങനെ നട്ടല് സ്പൈനൽ കോഡ് ചതഞ്ഞ നട്ടല്, അതായത് വീഴ്ചയിൽ നട്ടല് സ്പൈനൽ കോഡ് ചതഞ്ഞ് പൂർണ്ണമായിട്ട് കിടപ്പിലായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ നട്ടല് സ്പൈനൽ കോഡ് ചതഞ്ഞ് പൂർണ്ണമായിട്ടും മൊത്തത്തിൽ കാലുകൾക്കും കൈക്കും ബലക്കുറവുണ്ടായിരുന്നല്ലേ? കാലുകൾക്കും നടുവിനും മൊത്തത്തിൽ ശരീരത്തിന് ബലക്കുറവുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു. ആദ്യമൊന്ന് എഴുന്നേപ്പിച്ചിരുത്തിയാൻ, പിന്നെ അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. വീണ്ടും പ്രാർത്ഥിച്ചു, എഴുന്നേറ്റു, നടന്നു. ഈ ഇതിലെ ഓടി ഈ മകൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ കർത്താവ് സർവശക്തനാണ്. ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരും, ചതഞ്ഞ ഞരമ്പുകൾ സൗഖ്യമാകും. അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആംബുലൻസിൽ കൊണ്ടുവന്ന രോഗിയ സൗഖ്യം പ്രാപിച്ച് എണീറ്റ് നടക്കുന്നത്. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിക്സിന്റെ സന്തോഷമായോ? കണ്ണുകളൊക്കെ എന്താ നിറഞ്ഞുകൊണ്ട് എന്താണെന്ന് അറിയില്ല. കരച്ചിലില്ല. ചേച്ചി സന്തോഷമല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഓരോ കൺവെൻഷൻ സ്റ്റേജുകളിലും ആനന്ദത്തിൻ്റെ കണ്ണുനീര് വീഴുകയാണ്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അവരോട് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി. ഒരുപക്ഷെ ഈ നിക്സിനേട്ടന് എന്നേക്കുമായിട്ട് വീട്ടിൽ കിടക്കേണ്ട വ്യക്തിയാണ്, കടന്നു പോകേണ്ട. ഇതുപോലെ എത്രയോ പേരാന്തരിക നടുവിനും നട്ടലിനും ഞരമ്പുകൾക്ക് സ്പൈനൽ കോഡിനൊക്കെ ക്ഷതം പറ്റി പൂർണ്ണമായിട്ട് കിടപ്പിലായ അനേകം രോഗികൾ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് വലിയ വിശ്വാസത്തോടെ ഇവരെ കടന്നു വന്നു. ചേച്ചിക്ക് നല്ല വിശ്വാസമായിരുന്നു. നിക്സിന്റെ വിശ്വാസമായിരുന്നു. വിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ? ഇതിന്റെ കൺവെൻഷനെ കുറിച്ച് അറിഞ്ഞിരുന്നു. കണ്ടോ, കൺവെൻഷനെ കുറിച്ച് അറിഞ്ഞു, വിശ്വാസത്തോടെ വന്നു, പ്രാർത്ഥിച്ചു, യേശു തൊട്ടു. യേശുവിനാണ് മഹത്വം, യേശുവാണ് സൗഖ്യം നൽകിയത്. സന്തോഷമായില്ലേ? സന്തോഷമായില്ലേ? ഇനി പണിക്കൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. പൊക്കത്തിലൊക്കെ കയറുമ്പോൾ തെന്നാതെയൊക്കെ സൂക്ഷിക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ. നോക്കൂ, എത്ര വലിയ ഒരു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശമാണ് മകന് സൗഖ്യം കിട്ടിയത്. തളർന്ന് എന്നും വീട്ടിൽ കിടക്കേണ്ട ഒരു മനുഷ്യനാണ്. കർത്താവ് എഴുന്നേൽപ്പിച്ചു വിടുക. ഈശോ സൗഖ്യം നൽകും. ഏത് രോഗത്തെയും അവന് സൗഖ്യമാക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ പിന്നിൽ നമ്മുടെ വിശ്വാസം ഒരു പ്രധാന ഘടകമാണ്. വിശ്വസിക്കണം യേശു സൗഖ്യത്തിലേക്ക് നമ്മളെ നയിക്കാൻ. യാക്കോബ് 5:15 പറയുന്നുണ്ട്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. പ്രാർത്ഥിക്കുന്ന ആളിന് വിശ്വാസം വേണം. കണ്ടോ, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. പ്രാർത്ഥിക്കുന്ന ആളിൻ്റെ വിശ്വാസവും പ്രാർത്ഥന സ്വീകരിക്കുന്ന വ്യക്തിയുടെ വിശ്വാസവും സൗഖ്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥന സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ വലിയ വിശ്വാസം വേണം. യേശു എന്നെ തൊടും, സൗഖ്യമാക്കുമെന്ന്. പ്രാർത്ഥിക്കുന്ന എനിക്കുറപ്പുണ്ട് യേശു നിങ്ങളെ സൗഖ്യമാക്കും, യേശു തൊടുമെന്ന്. നിങ്ങൾ ഹൃദയത്തിൽ ഉറപ്പായിട്ട് വിശ്വസിക്കുക. യേശു സൗഖ്യം നൽകും, യേശു അനുഗ്രഹിക്കും, യേശു അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക. അത് ഏറ്റുപറയുക. വേറെ നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും ചിന്തിക്കരുത്. ഹല്ലേലൂയ. കരമീത്തി പിടിച്ച് വലതുകരം ഇട്ട് വിളിച്ചു പറഞ്ഞേ, യേശു എന്നെ സുഖപ്പെടുത്തും. ഒരു 5 പ്രാവശ്യം പറഞ്ഞേ, യേശു എന്നെ സുഖപ്പെടുത്തും, യേശു എന്നെ സുഖപ്പെടുത്തും, യേശു എന്നെ സുഖപ്പെടുത്തും, യേശു എന്നെ സുഖപ്പെടുത്തും, യേശു എന്നെ സുഖപ്പെടുത്തും. ഹല്ലേലൂയ.
അപ്പൊ ഉറച്ചു വിശ്വസിക്കുക, യേശു എനിക്ക് സൗഖ്യം നൽകും. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ രോഗികളെയും യേശു തൊട്ട് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവൻ വചനം അയച്ചുകൊണ്ട് അവരെ വിനാശത്തിൽ നിന്ന് വിടുവിക്കുക. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 17:14 പറയുന്നുണ്ട്, കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവെ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവെ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ, കർത്താവ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. കർത്താവ് എന്നെ സുഖപ്പെടുത്തും. നമ്മൾ വായിക്കുന്നു മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവചനം, തൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി, തൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. ഈ നീതി സൂര്യൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. നീതി സൂര്യൻ ഉദിക്കും, അവന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. അവന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി, അല്ലെ, ഒരു പശുക്കുട്ടിയെ അഴിച്ചുവിട്ടാൽ എന്തായിരിക്കും? ഇങ്ങനെ തെറിച്ച് ഓടിപ്പോകുന്നതാണ് പശുക്കുട്ടികൾ. അതുപോലെ സൗഖ്യം പ്രാപിക്കുന്നവർ തുള്ളിച്ചാടും. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എങ്ങനെ തുള്ളിച്ചാടുന്നോ അതുപോലെ രോഗികൾ സൗഖ്യം പ്രാപിച്ചു തുള്ളിച്ചാടും ഇന്ന്. ഹല്ലേലൂയ. ഇന്ന് അത് സംഭവിക്കും ഇവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ മുറിവിൽ നമുക്കായിട്ട് അവൻ സൗഖ്യം ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആര് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവോ അവരെ ഒക്കെ അവൻ സൗഖ്യമാക്കാൻ പോവുക. ഹല്ലേലൂയ. 2 കരങ്ങളും ഉയർത്തി പിടിച്ച് നന്നായിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ.